നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. എല്ലാവർക്കും 2026 പുതുവർഷ ആശംസകൾ നേരുന്നു. ഇടവ രാശിക്കൂറുകാരുടെ ഈ വർഷത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. വേഴഗ്രഹം കാർത്തിക, രോഹിണി, മകയിരത്തിൻ്റെ പകുതി വരെയുള്ള നാളുകാരാണ് ഇടവക്കൂറ് എന്ന് പറയുന്നത്. ഇപ്പം ഇടവക്കൂറുകാർക്ക് വേഴഗ്രഹം 2026 6 മാസം വരെ 2-ലും അത് കഴിഞ്ഞാൽ 3-ലുമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ 2-ല് വേഴഗ്രഹം സഞ്ചരിക്കുന്ന കാലഘട്ടം വളരെ നല്ലതാണ്. 2 നിൽക്കുമ്പോൾ സൗമ്യേ വിത്തകരെ പുരാർജിതധന നാമേവ വൃത്യുത്ഭവ പ്രാപ്ത്യാപ്തർ ഭരണീയ രജ്ജനസുഖം പൃഷ്ഠേതിയായാൽ ഫലമെന്നാണ്. അപ്പോൾ 2-ൽ നിൽക്കുമ്പോൾ വിത്തകരെ, വിത്തം ധനസ്ഥാനത്ത് വേഴഗ്രഹം ജാതകത്തിൽ നിൽക്കുമ്പോഴോ ജീവിതത്തിൽ സഞ്ചരിക്കുമ്പോഴോ പുരാർജിത ധനം, പൂർവിക സ്വത്ത് വകകൾ, നാമേവ, നാമം വെറും പേരിന് മാത്രമേ ഉള്ളെങ്കിലും ഏവ വൃത്തി ഉത്ഭവ, അഭിവൃദ്ധിപ്പെട്ടു വരും, വൃത്തി ഉത്ഭവിക്കും, നേട്ടങ്ങളുണ്ടാവും. പ്രാപ്ത്യാപ്തം, നമുക്ക് കാര്യങ്ങൾ വിജയിച്ച് നേടാൻ പറ്റും. നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക്, മത്സരത്തിന്, കാര്യത്തിന്, പ്രവൃത്തിക്ക് പോയാൽ അതൊക്കെ നമുക്ക് വിജയകരമായിട്ട് നേടി ജയിക്കാൻ പറ്റും. പാത്രാപ്തത എന്നും പറയുന്നുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും, ഗ്രഹോപകരണങ്ങൾ, സ്വർണ്ണങ്ങൾ, ആഭരണങ്ങൾ, ഇതൊക്കെ വാങ്ങിക്കാനും പറ്റും. അതേപോലെ ഭരണീയരജ്ജനസുഖം, ഭരണജനങ്ങൾ, സർക്കാർ, കോടതി, അധികാരികളിൽ നിന്നൊക്കെ പ്രീതി, സഹായം, അനുകൂലം, വിജയമൊക്കെ കിട്ടും. പൃഷ്ഠേതിയായാലുള്ള എല്ലാ ഭാഗ്യങ്ങളും നമുക്ക് വന്നു ചേർന്ന് അഭിവൃദ്ധിപ്പെട്ട് നല്ല രീതിയിൽ വരും. വേഴൻ 2-ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വിദ്യ, കുടുംബം, ധനം, ഇതാണ് ജ്യോതിഷത്തിൽ 2. വിദ്യകൾ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വിദ്യാമേഖലയായിട്ട് ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും, കോളേജുകൾ, ട്യൂട്ടോറിയലുകൾ, സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അവരുടെ പ്രവർത്തന രംഗങ്ങളിലും അവർക്ക് വളരെയധികം നേട്ടങ്ങളും അംഗീകാരങ്ങളും സാമ്പത്തിക ഉയർച്ചയും നേട്ടമൊക്കെ കിട്ടും. വിദ്യ, കുടുംബം എന്ന് വെച്ചാൽ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ, അപ്പൂപ്പനും അമ്മൂമ്മയും സകല ബന്ധുക്കളും ചേർന്നതാണ് കുടുംബം. ചില കുടുംബ ബന്ധങ്ങൾ ഭാര്യ ഒരു രാജ്യത്ത്, ഭർത്താവ് ഒരു രാജ്യത്ത്, മക്കൾ ഒരു രാജ്യത്ത്, അച്ഛനമ്മമാർ മറ്റൊരു രാജ്യത്ത്, ഇങ്ങനെയൊക്കെ കഴിയുന്ന ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും കൂടി ഒന്നിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവർ, താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉള്ള സമയമാണ്. അതുമാത്രം ഒരു കുടുംബം ഇല്ലാത്തവർക്ക്, ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, അങ്ങനെ വിഷമിക്കുന്നവർക്ക് വിവാഹം, ഭാര്യ, ഭർത്താവ്, മക്കൾ, കുടുംബ ബന്ധങ്ങൾ കലഹിച്ചിനി ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ബന്ധങ്ങളും കൂടുതൽ സ്നേഹിച്ച് യോജിച്ചു വരും. കാരണം ഇടവക്കൂറുകാർക്ക് പൊതുവെ എല്ലാവരോടും ഭയങ്കര സ്നേഹവും ഇഷ്ടവും മമതയൊക്കെയാണ്. അതുകൊണ്ട് ഒരുപാട് ഫ്രണ്ട്സ് കാണും, ലവർ കാണും. അതേപോലെ ഭാര്യയും ഭർത്താവും ഒക്കെ ചുറ്റി ജീവിക്കുന്നവരാണെങ്കിലും അവർക്ക് ഒരുപാട് റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും ലവർഷിപ്പൊക്കെ കാണും. അതുകൊണ്ട് പലവരുടെയും ബന്ധം തെറിച്ചു പോകും. കാരണം വീട്ടിലുള്ളവരോടുള്ള സ്നേഹം കുറയുമ്പോൾ നാട്ടിലുള്ളവരോട് സ്നേഹം കൂടും. അപ്പോൾ വീട്ടിലുള്ളവർ നല്ല രീതിയിൽ സ്നേഹമായിട്ടും ഇഷ്ടമായിട്ടും സന്തോഷമായിട്ടും ഇടപെട്ടാൽ ഒരിക്കലും നാട്ടിലുള്ളവരെ സ്നേഹിക്കാനും പ്രേമിക്കാനും ഒരാൾ പോവില്ല. അപ്പോൾ ഇവർ വീട്ടിലുള്ളവരോട് സ്നേഹം കാണിക്കാതെ നാട്ടിലുള്ളവരോട് ഇഷ്ടം കാണിക്കുമ്പോൾ വെളിയിലുള്ളവരുടെ പ്രീതി, സഹായമൊക്കെ കൂടുതൽ കിട്ടും. വീട്ടിലുള്ളവർ വിരോധമാകും. അങ്ങനെ പലവരുടെയും ഭാര്യ, ഭർത്തൃ, ദാമ്പത്യ, കുടുംബ സൗഖ്യങ്ങൾ കുറവാണ്. കാരണം ഇവർ മറ്റുള്ളവർക്കാണ് സ്നേഹം കൊടുക്കുന്നത്, പൈസ കൊടുക്കുന്നത്, സഹായിക്കുന്നതെന്നൊക്കെ സംശയമാവും. ഭാര്യയ്ക്ക് വേറെ ബന്ധമുണ്ടെന്നും ഭർത്താവിന് വേറെ ബന്ധമുണ്ടെന്നൊക്കെ തോന്നണത് മാത്രമല്ല, ചില ബന്ധങ്ങൾ ഇങ്ങനെ ഉണ്ടാകാനും ഈ രാശിക്കൂറുകാർക്ക് യോഗം കൂടുതലാണ്. അതെല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യാനുള്ള വലിയ മനസ്സായതുകൊണ്ടാണ്.
അങ്ങനെ പറ്റണം. അല്ലാതെ വേറെ അവർക്ക് വ്യക്തി താല്പര്യങ്ങൾ അനുസരിച്ച് ചില ആൾക്കാരുടെ ആ പ്രീതി കിട്ടാൻ വേണ്ടി മാത്രമല്ല, സഹായം കിട്ടാനും കൂടെ ഉള്ള മാർഗങ്ങളാണ് അവർ ചെയ്യണത്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോവാതിരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ തകർന്നത് സ്നേഹിച്ച് ജീവിക്കാൻ അതിയായ ഭാഗ്യമുള്ള ഘട്ടമാണ്. അതുകൊണ്ട് കലവിച്ചിരിക്കുന്നവരുടെയൊക്കെ നമ്മൾ ഇത്തിരി ഒന്ന് സ്നേഹം കാണിച്ചാൽ തീരാവുന്ന കേസുകളേ ഉള്ളൂ. പിന്നെ കുടുംബം നല്ലത്. ധനമെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആവശ്യം പൈസയാണ്. കാരണം ഇവിടെ ഡോക്ടർ ആവുന്നത്, എൻജിനീയർ ആവുന്നത്, ജോലിക്ക് പോകുന്നത്, ജ്യോതിഷം നോക്കുന്നത്, അവർക്ക് അറിയാവുന്ന ഏതെങ്കിലും തൊഴിൽ ചെയ്യാൻ പോകുന്നതൊക്കെ ഈ നാട് നന്നാക്കാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടിയാണ്, പൈസ കിട്ടാൻ വേണ്ടിയാണ്, രക്ഷപ്പെടാൻ വേണ്ടിയാണെന്ന് നമ്മളെല്ലാവർക്കും അറിയാം. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും അവർക്ക് നല്ല സാമ്പത്തിക ഉയർച്ചയും നേട്ടങ്ങളും കിട്ടും. അതും പഞ്ചായത്തിൽ നിന്ന്, സർക്കാരിൽ നിന്ന്, അധികാരികളിൽ നിന്നുമൊക്കെ നമുക്ക് കിട്ടാനുള്ളത് കിട്ടും. മുടങ്ങി കിടക്കുന്ന വിദ്യകളും കാര്യങ്ങളും എല്ലാത്തിലും നമുക്ക് വന്ന് നമ്മുടെ ജീവിതം വെറും കഷ്ടത്തിൽ കിടന്നവർക്ക് വലിയ നേട്ടം കിട്ടുന്ന സമയമാണ്. വ്യാഴം 2026 6 മാസം കഴിയുമ്പോൾ അടുത്ത രാശിയിലേക്ക് 3ലേക്ക് വരും. അവിടെ ഇത്തിരി ദോഷമാണ്. അവിടെ ഇത്തിരി ദോഷം. വ്യാഴം 3 വരുമ്പം സഹോദരങ്ങൾ തമ്മിൽ കലഹം, പണ സാമ്പത്തിക ഇടപാടുകൾ കലഹം, സന്താനങ്ങളുമായിട്ട് കലഹം. കാരണം ഈ വ്യാഴം ബുദ്ധിയും പുത്രനും സ്നേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം മന്ത്രത്വവും നയവും വസയും ഗുരുവും. അപ്പം ബുദ്ധി ഉള്ള ആൾക്കാരാണെങ്കിൽ ആലോചിക്കാതെ ചിന്തിക്കാതെ പലതും എടുത്തിയാടി പ്രവർത്തിക്കും. അപ്പോൾ ബുദ്ധി ഉണ്ടായിട്ടും ഇയാളിങ്ങനെ പറ്റിപ്പോയെന്ന് തോന്നും. പുത്രരും സന്താനങ്ങളുമായിട്ടും വിരോധം കലഹമൊക്കെ ഉണ്ടാവും. സാമ്പത്തിക കലഹം ഉണ്ടാവും. ചുറ്റിയും പാട്ടവും വ്യാപാരവും പ്രവൃത്തിയൊക്കെ നടത്തുന്നവർ പൈസ കൊടുത്തില്ല, തന്നില്ല, കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ടൊക്കെ വഴക്കുണ്ടാക്കും. സാമ്പത്തിക കുരുക്ക്, റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, ഗെയിമുകൾ, സൈബർ തട്ടിപ്പുകൾ, ഇതിലൊക്കെ പൈസ പോകും. ലോട്ടറി. അപ്പോൾ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഈ വർഷത്തിൻ്റെ അവസാനം 6 മാസം കഴിഞ്ഞാൽ കൊണ്ട് കുഴപ്പങ്ങൾ, അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. മക്കൾ കലപിച്ചു ആവാനും മരിച്ചു കളയാനൊക്കെ തോന്നുന്ന സമയമാണ് വ്യാഴം 3 നിൽക്കുമ്പോൾ. അതുകൊണ്ട് പിള്ളേരുടെ വഴക്കിനൊന്നും പോകരുത്. അവർ കുറേയൊക്കെ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കണം, കേൾക്കണം. നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കില്ല. ഇപ്പോഴാണല്ലോ മക്കളുടെ വിരോധം തോന്നണം. അങ്ങനെയൊക്കെ. പിന്നെ ശനി 11 നിൽക്കുന്ന കാലഘട്ടമാണ് 2.5 വർഷത്തേക്ക്. 2028 പകുതിയോളം ശനി നമുക്ക് അനുകൂലത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തൊഴിലാളി മുതലാളിയാവണ സമയം. അപ്പോൾ ഈ വർഷത്തിൻ്റെ ഫലം പറയുമ്പോൾ നമുക്ക് നല്ല ഗ്രഹങ്ങൾ അനുകൂലിച്ച് നിൽക്കുന്ന സമയത്തുള്ള ഫലം അനുകൂലമായിട്ടും ഏത് ഗ്രഹമാണ് പിഴച്ച് നിൽക്കുന്നത് ദോഷമായിട്ടും പറയാം. അപ്പോൾ പിഴച്ച് നിൽക്കണവനാണ് പരിഹാരവും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഗുണകരമായ നേട്ടങ്ങൾ കിട്ടാൻ ശ്രമിക്കേണ്ടത്. ശനി 11 നിൽക്കുന്ന കാലഘട്ടം നമുക്ക് ആരോഗ്യവർദ്ധന, അസുഖങ്ങളെല്ലാം മാറും, നല്ല ആരോഗ്യമൊക്കെ കിട്ടും. രാജാവിൻ്റെ പ്രീതി, സർക്കാർ, കോടതി, അധികാരികളുടെ പ്രീതി കിട്ടും. ധനസമാധാനം, ധാരാളം ധനങ്ങളൊക്കെ വന്നു ചേരും. നല്ല സുഹൃത്തുക്കൾ, ബന്ധുക്കളൊക്കെ ഉണ്ടാവും. എല്ലാ കാര്യത്തിനും വിജയവും, മനസന്തോഷവും, യശസ്സും, സന്താന ലാഭവും, ഐശ്വര്യങ്ങളും, സോണി ഗ്രാമ പുരാധികാര ജനിത പൂജ കു ധാന്യാഗമാന, ധനധാന്യ അഭിവൃദ്ധികൾ, സ്ഥാനമാനങ്ങൾ, ഗ്രാമം, പുരം, പട്ടണ, സംഘം, സമുദായം, രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ നല്ല സ്ഥാനമാനങ്ങൾ, ഉദ്യോഗത്തിൽ അഭിവൃദ്ധി, പ്രൊമോഷൻ, സാലറി, മെച്ചം, നേട്ടം, പ്രോഫിറ്റ്, കമ്മീഷൻ, ഇതൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ വെറും സീറായിട്ടിരുന്ന ഒരാൾ ഹീറായിട്ട് വരുന്ന സമയമാണ് ശനി 11 സഞ്ചരിക്കുന്ന സമയം. രാഹു നമുക്ക് നിൽക്കുന്നത് 10ലാണ്. അതുകൊണ്ട് 10 തൊഴിൽ സ്ഥാനത്ത് ചില പാരകളും പാമ്പുകളും ഒക്കെ നമ്മളെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് നല്ല ജോലി കിട്ടി, കമ്മീഷൻ കിട്ടി, സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ കൂടെ ഇരിക്കുന്നവർക്ക് സ്നേഹം തോന്നില്ലല്ലോ, വൈരാഗ്യവും വിരോധവും തോന്നും. അങ്ങനെ നമ്മളെ കുത്തികളൊക്കെ ഉപദ്രവിക്കാനൊക്കെ പലവരും ശ്രമിക്കുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് ഈ വർഷം നമുക്ക് പൊതുവെ നോക്കുമ്പോൾ ആദ്യഘട്ടം 2026 6 മാസം വരെ വളരെ നല്ലത്. അത് കഴിയുമ്പോൾ വ്യാഴം 3 നിൽക്കുമ്പോൾ കലകം തടസ്സമൊക്കെ ഉള്ളതിനും രോഗങ്ങളും കട്ടനട്ടങ്ങളും ഒക്കെ ഉള്ളതിനും വിഷ്ണു പൂജ, ഗണപതി പൂജ, ഭഗവതി പൂജ, ഭാഗ്യസൂക്ത ജപം, ഐക്യബദ്ധ സൂക്ത ജപം,
അതേപോലെ കാലഭൈരവന് അഭിഷേകം, പൂജ, കുടുംബദേവതാ ഭജനം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ദോഷത്തിന് പൂർണ്ണമായ ശമനം നമുക്ക് കിട്ടും. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങൾ, യോഗഫലങ്ങൾ, അഭിവൃദ്ധിയൊക്കെ കിട്ടുമെങ്കിൽ നമുക്ക് ഈ ഗ്രഹപ്പഴയുള്ള സമയം കൂടുതൽ വിഷമം ബാധിക്കില്ല. ജാതകത്തിൽ സമയദോഷം ഉണ്ടെങ്കിൽ അതിനും വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ചെയ്യണം. ജാതകം പരിശോധിക്കുന്ന ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം. ഫീസും തരേണ്ടതുണ്ട്. ഫീസിൻ്റെ കാര്യം ആരും പറഞ്ഞില്ലല്ലോ, അതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കണവരുണ്ട്. അതുകൊണ്ടാണ് അപ്പം അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നോക്കാം. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മുത്തഞ്ചി ഹോമം, പിതൃക്കൾക്ക് ബലി, തിലഹോമം, പായസം. 11 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ക്ഷേത്ര ചടങ്ങുകൾ യമരാജ പൂജയുണ്ട്. 4 മണിക്ക് യമരാജ പൂജ, 5 മണിയാകുമ്പോഴത്തേക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, കരിക്ക്, തേൻ ഇങ്ങനെയുള്ള വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം. അത് ഭക്തജനങ്ങൾ വഴിപാടായിട്ട് തരുന്നതാണ്. ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വേണമെങ്കിൽ നടത്താം. പൂജയോ വഴിപാടോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുക. വൈകുന്നേരം പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം, ദീപ ആരതി ഉൾപ്പെടെയുള്ള കർമ്മങ്ങളെ കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യും. 10 മണിക്ക് പിതൃക്കൾക്ക് ബലി, തിലഹോമം മുതലായ കർമ്മങ്ങളും വിശേഷ പൂജകളൊക്കെ ഉണ്ട്. ക്ഷേത്രം തുറന്ന് തന്നെ ഇരിക്കും വൈകുന്നേരം വരെ. ഈ പൂജകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ, വഴിപാട് നടത്താൻ ആഗ്രഹമുള്ള ഭക്തജനങ്ങളൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്കും കുടുംബത്തിനും എന്തുകൊണ്ടും ഈ വർഷം വളരെ നേട്ടങ്ങളും സമ്പദ് സമൃദ്ധികളും ഐശ്വര്യങ്ങളും കിട്ടും. ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരം കൂടെ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചാൽ നല്ലതാണ്. പൂജകളും പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരും അറിയിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.